എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശാസ്ത്രമേളയോടനുബന്ധിച്ച് സാമൂഹ്യശാസ്ത്ര ക്വിസ് മത്സരത്തിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി അറിയിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ് രാജവംശം? ഉത്തരം അറൈക്കൽ രാജവംശം. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വരിക വരിക സഹചരെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അംഷി നാരായണപിള്ള. മധ്യകാലഘട്ടത്തിൽ അറിവിൻ്റെ കേന്ദ്രവും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന കവാടവുമായിരുന്ന നഗരം ഏത്? ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാക്കാണ്. എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് സതി വില്യം ബെൻഡിക് പ്രഭു നിരോധിച്ചത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചാണക്യൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അഥവാ മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന്? ഉത്തരം 1888. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ടിൽ. എന്നാൽ 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യയിൽ വച്ച്. ഡ്യൂറൻഡ് കപ്പ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഫ്രാൻസിൽ. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഹെറോഡോട്ടസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ആരായിരുന്നു? ഉത്തരം ഇറാസ്തോസ്തനീസ്. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബേട്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശിൽ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരായിരുന്നു? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന്?
ഉത്തരം 1951. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന വിശേഷണമുള്ള ദക്ഷിണേന്ത്യൻ നേതാവ് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം വാഗ്ബടാനന്ദൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയാണ്. മലബാർ കലാപം നടന്ന വർഷം എന്നായിരുന്നു? ഉത്തരം 1921. 1809 ജനുവരി 11 ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. മലബാർ കലാപവുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്നുകൂടി മക്കൾ ഓർമ്മിക്കാം. 13-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമേത്? ഉത്തരം ഇറ്റലി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ഉത്തരം നവംബർ 11. ആരുടെ ജന്മദിനമാണ് നാം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡെക്കാമറോൺ കഥകളിലൂടെ പ്രസിദ്ധനായ ഇറ്റാലിയൻ കവിയും കഥാകാരനും വിജ്ഞാന സാഹിത്യകാരനുമായ വ്യക്തി ആര്? ഉത്തരം ബൊക്കാച്ചിയോ. ഏത് ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന പേരിൽ പ്രശസ്തമായത്? ഉത്തരം ഭൂപടശാസ്ത്രം. AD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അന്നോ ഡൊമിനി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഭക്ഷ്യസുരക്ഷാ നിയമം അംഗീകരിച്ച വർഷം എന്ന്? ഉത്തരം 2013. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഉത്തരം ദാദാബായി നവറോജി. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം നൂറനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ വിവിധയിനം മാപ്പുകൾ നിർമ്മിക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏത്? ഉത്തരം സർവേ ഓഫ് ഇന്ത്യ. വിഷുവദിനങ്ങൾ ആണ് മാർച്ച് 12 മുതൽ സെപ്റ്റംബർ 23. ഈ ദിനങ്ങൾ രാത്രിയുടെയും പകലിൻ്റെയും പ്രത്യേകത എന്ത്? ഉത്തരം രാത്രിയും പകലും തുല്യമായിരിക്കും. മാർച്ച് 12 മുതൽ സെപ്റ്റംബർ 23 വരെ രാത്രിയും പകലും തുല്യമായിരിക്കും. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം കാർട്ടോഗ്രഫർ. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്നത് 1861 മാർച്ച് മാസത്തിലാണ്. എവിടെ നിന്നും എങ്ങോട്ടായിരുന്നു?
ഉത്തരം തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക്. അപ്പോൾ മക്കൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യനാണിത്. ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കൾ ഏറ്റവും വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓളം ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് മറക്കണ്ട. 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ മക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.